നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായെത്തുന്നത് പ്രമുഖ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനും സർവോപരി കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ശ്രീ AV അനൂപാണ്. AV ചോലൈൽ ഗ്രൂപ്പിന്റെ സാരഥിയായ അദ്ദേഹം ലോകത്തെ ഏറ്റവും അധികം വിൽപ്പനയുള്ള മെഡിമിക്സ് ആയുർവേദ സോപ്പിന്റെ കമ്പനി ഉടമയും കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന ആയുർവേദ സോപ്പ് മലയാളിയായ ശ്രീ AV അനൂപിന്റെ ഉടമസ്ഥതയിലുള്ള AV ഗ്രൂപ്പിൽ നിന്നുണ്ടാവുന്നതാണെന്ന് പറയുമ്പോൾ തന്നെ ഏത് മലയാളിക്കും അഭിമാനമാണ്. അദ്ദേഹത്തെ അല്പനേരം നമ്മളോട് സംസാരിക്കാൻ കിട്ടിയത് ഒരു ഭാഗ്യമായി കരുതുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ, ആയുർവേദവും ടൂറിസവും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് നിരവധി സംരംഭങ്ങൾ തുടങ്ങാൻ ഉത്സാഹം കാട്ടിയിട്ടുള്ള ആളാണ് അങ്ങ്. കേരളത്തിന്റെ ഭാവി ആയുർവേദത്തിലും ടൂറിസത്തിലുമാണെന്ന് അങ്ങ് പലതവണ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ. ഇനി എന്താണ് ഈ ആയുർവേദ ടൂറിസം രംഗത്ത് അങ്ങയുടേതായ സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പുതിയ എന്തെങ്കിലും പദ്ധതികൾ, പ്രൊജക്ടുകൾ കേരളത്തിൽ അങ്ങ് ആസൂത്രണം ചെയ്യുന്നുണ്ടോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? ഇപ്പോൾ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത് വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് ആയുർവേദ ചികിത്സയ്ക്ക് വരുന്നവർക്ക് വിസ കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ വിസ കിട്ടുന്നുണ്ട്. അതുപോലെ ഇന്ത്യയിൽ മെഡിക്കൽ ഇൻഷുറൻസ് അപ്രൂവ്ഡ് ആണ്. ഇപ്പോൾ ആയുർവേദ ചികിത്സ എടുക്കുന്നവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട്. അത് മിക്കവാറും വിദേശ രാജ്യങ്ങളിലേക്കും അത് കിട്ടും. അതിനൊക്കെയാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ ഡോക്യുമെന്ററി അതിന് നല്ല ഇൻഷുറൻസ് മേഖലയിലെ പ്രമുഖരൊക്കെ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. അവർ എന്തുകൊണ്ടാണ് ആയുർവേദത്തിന് അവർ ഇൻഷുറൻസിലേക്ക് ഉൾപ്പെടുത്തിയെന്ന് അവർ പറയുന്നുണ്ട്. അപ്പൊ അത് മറ്റു രാജ്യങ്ങളിലത്തെ ഇൻഷുറൻസ് കമ്പനികൾക്കും അത് ഒരു ഹെൽപ്പായിരിക്കും. ഇപ്പൊ ഞാൻ പൂനെയിൽ ഷൂട്ട് ചെയ്യാൻ പോയിരുന്നു. പൂനെയിൽ ഒരു ഇന്റഗ്രേറ്റഡ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി. ടാറ്റ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. അവിടെയൊക്കെ 100 കണക്കിന് വിദേശികളടക്കമുള്ളവരാണ് വന്ന് ചികിത്സ തേടുന്നത്. അലോപ്പതിയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട്. അവിടെ മരുന്ന് കൊടുക്കുന്നത് ആയുർവേദമാണെങ്കിലും മറ്റുള്ള കാര്യങ്ങൾക്ക് അലോപ്പതി ഡോക്ടേഴ്സും അത് ഇന്റഗ്രേറ്റഡ് ആണ്. ആയുർവേദ ഡോക്ടേഴ്സ് തന്നെയാണ് ഡയഗ്നോസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. മരുന്ന് ആയുർവേദം കൊടുക്കുന്നുണ്ട്, നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഗുണം തന്നെയാണ്. പക്ഷെ നമുക്ക് നാട്ടിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു അവസരങ്ങൾ ഇതുവരെ ഉണ്ടായില്ല. സർക്കാരും അത്തരം കാര്യങ്ങളൊക്കെ ഒരു മോഡേൺ മെഡിസിനും പ്ലസ് ആയുർവേദം കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ കണ്ണിന് ഏറ്റവും കൂടുതൽ പ്രശസ്തം ശ്രീധരിയാണ്. അവിടെയും ഡയഗ്നോസ് ചെയ്യുന്ന അലോപ്പതി ഡോക്ടർമാരാണ്, മരുന്ന് മാത്രമാണ് കൊടുക്കുക. അപ്പൊ എല്ലാ എന്റെ സഞ്ജീവന ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ ഈ പൈൽസ് ഫിസ്റ്റുലിക്കൊക്കെ വേണ്ടി സർജറി ചെയ്യുന്നുണ്ട്, ക്ഷാരസൂത്ര നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തിയേറ്റർ ഉണ്ട്, നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ തന്നെയുണ്ട്. പക്ഷെ വർഷങ്ങളായിട്ട് ചെയ്തു കൊണ്ടുവന്ന പ്രൊസീജിയറിലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ രോഗിക്ക് വേദന അനുഭവപ്പെടും. പക്ഷെ ഒരു പെർമനന്റ് ആയിട്ട് സൊല്യൂഷൻ കിട്ടും, പക്ഷെ വേദന ഉണ്ടോ? ഇപ്പൊ ഞങ്ങൾ ഒരു അനസ്തേഷ്യസിനെ അപ്പോയിന്റ് ചെയ്തിരിക്കുക. അലോപ്പതി അനസ്തേഷ്യസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹമാണ് അനസ്തേഷ്യ കൊടുത്ത് വേദനാരഹിതമായിട്ട് സർജറി ചെയ്യുന്നു. ഇതിനെയാണ് ഇന്റഗ്രേറ്റഡ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാവുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഏത് ഗുണം ഉണ്ടോ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാത്തിനും ആയുർവേദം പരിഹാരമാണെന്ന് പറയരുത്, എല്ലാത്തിനും അലോപ്പതി തെറ്റാണെന്നും പറയരുത്. രണ്ട് വൈദ്യശാസ്ത്രത്തിനും അതിൻ്റെതായ ഗുണങ്ങൾ. ഇത് ആയുർവേദം മാത്രമല്ല, ഹോമിയോപ്പതി ആയാലും നാച്ചുറോപ്പതി ആയാലും യോഗ ആയാലും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്തി അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു താല്പര്യം. ഇനി ഫ്യൂച്ചർ ആയിട്ടുള്ള പ്ലാൻസ് എന്തൊക്കെയാണ് ഈ ഗ്രൂപ്പിന്റെ ആയുർവേദ രംഗത്ത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് എന്നതിനേക്കാൾ കൂടുതൽ ആയുർവേദത്തെ എങ്ങനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാം അതിനു വേണ്ടിയിട്ടുള്ള എഫർട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്യുമെന്ററി കഴിഞ്ഞാൽ തന്നെ അടുത്ത് ഞാൻ എവിടെ ചെന്നാലും അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ്. അതുപോലെ ആയുർവേദ രംഗത്തേക്ക് വരാൻ പോകുന്ന ആളുകളെ സഹായിക്കുന്നവരാണ്. ആയുർവേദം പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ സഹായിക്കാറുണ്ട്. അങ്ങനെ ആയുർവേദത്തിനെ നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഉള്ള ഒരു എഫർട്ട് എന്നുള്ള രീതിയിലാണ് എൻ്റെ ഗ്രൂപ്പിൻ്റെ ഒരു താല്പര്യം. അല്ലാതെ ആയുർവേദത്തിൽ വെച്ച് വലിയ പണം സമ്പാദിക്കുക എന്നുള്ളതല്ല എൻ്റെ താല്പര്യം. ആയുർവേദം എന്നുള്ള സിസ്റ്റം ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി അതിനെ ഉപയോഗപ്പെടുത്താൻ ജനങ്ങൾക്ക് സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങയുടെ കുടുംബത്തിലെ എല്ലാവരും ഈ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണോ? എൻ്റെ ഫാമിലിയിൽ എൻ്റെ മക്കളൊക്കെ എൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. പക്ഷെ അവർക്കും അവരുടേതായ മേഖലകളുണ്ട്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ ഇപ്പം എൻ്റെ ഒരു സണ്ണിലോ ഫുൾ ടൈം എന്നോടൊപ്പം ഉണ്ട്. ബാക്കിയുള്ളവരും കുറേശ്ശെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യം വന്നാൽ അവർക്ക് മുന്നോട്ട് വെക്കാം. പിന്നെ വൈഫാണെങ്കിലും ആളിപ്പോൾ ഞങ്ങൾ മേളം പോലത്തെ സംഭവം സഞ്ജീവനത്തിലെ റെസ്റ്റോറൻറ്റ്, അപ്പോൾ അതിൻ്റെയൊക്കെ ഫുഡിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ വൈഫ് പ്രിയയാണ് അതിൽ ശ്രദ്ധിക്കുന്നത്. പിന്നെ ആയുർവേദ പഠനരംഗത്ത് എന്തെങ്കിലും ഒരു സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടോ താങ്കൾ? ആയുർവേദ പഠനരംഗത്ത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പഠനം അതാണ് ഇപ്പോൾ സഞ്ജീവനത്തിൽ നമുക്ക് എത്തിക്സ് കമ്മിറ്റിയൊക്കെ ഉണ്ട്, അത് പല പഠനങ്ങളും നടത്തുന്നുണ്ട്. പക്ഷെ അതൊന്നും പോരാ. അപ്പോൾ ഭാവിയിലേക്ക് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. തീർച്ചയായിട്ടും എനിക്ക് ഇവൻ കേരളത്തിൽ സ്ഥലം പോലും ഉണ്ട്. ഞാൻ മനസ്സിലൊരു സ്ഥലം വരെ കണ്ടിട്ടുണ്ട്, ഒരു ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആയുർവേദ റിസർച്ച് എന്നുള്ള രീതിയിൽ മനസ്സിൽ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ അതിന് താല്പര്യമുണ്ടെങ്കിൽ അവരോട് സഹകരിച്ച് ചെയ്യാനും ഞാൻ തയ്യാറാണ്. സർക്കാരും ആ രംഗത്തെ സഹകരിക്കാൻ തയ്യാറാണെങ്കിൽ
സർക്കാരുമായിട്ടൊരു ചർച്ചയൊക്കെ നടത്തിയതാണ് ഒരു പ്രോജക്റ്റിന്. പിന്നെ അത് നടന്നില്ല, ആ പ്രോജക്റ്റ് നടന്നില്ല. അവിടെയും ഞാൻ വലിയ രീതിയിലൊരു പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു ഗ്ലോബൽ ആയുർവേദ വില്ലേജ് ഗവൺമെന്റ് അനൗൺസ് ചെയ്തിരുന്നു. അതിൽ ഞാൻ താല്പര്യം പ്രകടിപ്പിച്ച് വലിയ രീതിയിൽ ചർച്ചയൊക്കെ നടന്നതാണ്. പിന്നീട് ആ പ്രോജക്റ്റ് അങ്ങ് മുന്നോട്ട് പോയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഞാൻ ആ പ്രോജക്റ്റിൽ നിന്ന് പിന്മാറിയിട്ടില്ല. അങ്ങനെ ഒരു താല്പര്യം എനിക്ക് ഇനിയും ഉണ്ട്. ഇതെല്ലാം കേരളത്തിൽ തന്നെയായിരിക്കും ഞാൻ അന്ന് ഉദ്ദേശിച്ചത് കേരളം തന്നെയാണ്. പക്ഷെ കാരണം കുറച്ചുകൂടെ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥലം എന്നുള്ള മറ്റു സംസ്ഥാനങ്ങളെക്കാളും കൂടുതൽ കേരളമാണല്ലോ അതിന് സൗകര്യമുള്ളത്. അതെ അതെ.